നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയാണ്, ചിങ്ങം 10. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഇന്ന്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചതിന് പിന്നാലെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം നാളെ. നടിമാരുടെ പരാതികൾ ചർച്ചയാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെതിരെ സംഘടനയിൽ ഭിന്നത രൂക്ഷം. നടനും MLAയുമായ മുകേഷിനെതിരായ വെളിപ്പെടുത്തലിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകും. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ഇന്നും മഹിളാ കോൺഗ്രസ് പ്രതിഷേധിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സംവിധായകൻ രഞ്ജിത്ത് വിഷയത്തിലും പ്രതിരോധത്തിലായ സർക്കാരിന് ആശ്വാസമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണം. സർക്കാരിനെതിരെ കടുത്ത ആരോപണമുയർന്ന സാഹചര്യത്തിൽ പ്രതിച്ഛായ നഷ്ടവും രാഷ്ട്രീയമായ തിരിച്ചടിയും ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. കോടതിയിലും വ്യക്തമായ നിലപാടറിയിക്കാൻ സർക്കാരിന് സാധിക്കും. 4 ദിവസം മുമ്പ് കാണാതായെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട പ്രവാസിക്ക് കൈത്താങ്ങായി 24. പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശിയായ അനിൽകുമാറിനെ സുരക്ഷിതമായി ബന്ധുക്കൾക്ക് കൈമാറി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ബന്ധുക്കളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് അനിൽകുമാർ 24-ന്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ അഭയം തേടിയത്. വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13-കാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴിയെടുക്കും. പ്രത്യേക സിറ്റിംഗ് നടത്താൻ CWC. 24-നും റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനും നന്ദി അറിയിച്ച് CWC ചെയർപേഴ്സൺ. മാതാപിതാക്കളോട് വിവരങ്ങൾ തേടും. കുട്ടിയെ വിട്ടു നൽകുന്നതിൽ തീരുമാനം പിന്നീട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ച് 15 ദിവസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ നടപടിയില്ല. മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ വൈകാതെ സഹായം ലഭ്യമാക്കുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. 900 കോടിയുടെ ആദ്യഘട്ട സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം ഈ മാസം 18-ന് സർക്കാർ കേന്ദ്രത്തിന് നൽകിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് വിദഗ്ധ സംഘത്തെ രൂപീകരിച്ച സർക്കാർ. നാശനഷ്ടങ്ങളുണ്ടായ മേഖലകളിലെ സാമ്പത്തിക ചെലവുകൾ കണക്കാക്കുക, പുനർനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ദുരന്തഭൂമിയിൽ കാണാതായവർക്കായുള്ള പ്രത്യേക തെരച്ചിൽ ഇന്നും തുടരും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. സംസ്ഥാനമെങ്ങും നടക്കുന്ന ശോഭായാത്രകളിൽ പീലിത്തിരുമുടിയും ഓടക്കുഴലുമായി പുഞ്ചിരി തൂകുന്ന ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരക്കും. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കോഴിക്കോട് MESന്റെ 60ാമത് വാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മുഹമ്മദ് റഫിയുടെ 100 പാട്ടുകൾ 100 ഗായകർ ആലപിക്കുന്ന സംഗീത പരിപാടി ഇന്ന് നടക്കും. രാവിലെ 10 മുതൽ രാത്രി 10 വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കും. വൈകിട്ട് 6-ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓണം പൂക്കൃഷി 100 മേനി വിളവ്. പൂക്കൃഷി നടപ്പാക്കിയത് 53.75 ഏക്കർ തരിശു ഭൂമിയിൽ. പഞ്ചായത്തുകൾ, കൃഷിവകുപ്പ്, തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ എന്നിവയുടെ പങ്കാളിത്തത്തിലാണ് പൂകൃഷി ആരംഭിച്ചത്. നേത്രദാനത്തിന്റെ സന്തോഷവുമായി ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന യാത്രയുടെ പതാക കൈമാറ്റം കൊച്ചി മറൈൻ ഡ്രൈവ് APJ അബ്ദുൽ കലാം മാർഗിൽ നടന്നു. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യാത്ര കൊച്ചിൻ സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജുവാന കുടി മഹേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ അനിൽ രാധാകൃഷ്ണൻ, അമൃത ഹോസ്പിറ്റൽ, ശ്രീ രാംകുമാർ മഠത്തിൽ, അനന്ത ഐ ബാങ്ക് മാനേജർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കൊല്ലം ദേശീയപാത 66 6 വരിയായി വികസിപ്പിക്കുന്നതിന് അഷ്ടമുടിക്കായലിൽ നിന്ന് സൗജന്യമായി മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് എടുക്കുന്നതിന് സർക്കാരിന്റെ ഉത്തരവ്. ദേശീയപാത നിർമ്മാണ കരാറുകാരായ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് അനുമതി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ടൗണിൽ നടക്കുന്ന ഓപ്പൺ പില്ലർ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ഗതാഗതക്കുരുക്കിലാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നാട്ടുകാരുടെ പരാതി. ആരോഗ്യരംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ പദ്ധതികൾക്ക് അനുമതി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രി വികസനത്തിന് 69.35 കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ 2ാം കവാടം നവംബറിൽ തുറന്നു നൽകിയേക്കും. ശബരിമല സീസൺ കൂടി കണക്കിലെടുത്താണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ താൽക്കാലിക ടിക്കറ്റ് കൗണ്ടറും തുടങ്ങും. കുടുംബശ്രീ സംസ്ഥാനതല ഓണം വിപണനമേള സെപ്റ്റംബർ 10 മുതൽ 14 വരെ പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടക്കും.
മേളയിൽ 50 വിപണന സ്റ്റാളുകളും വിവിധ ജില്ലകളുടെ ഭക്ഷ്യമേളകളും വിവിധ കലാപരിപാടികളും സെമിനാറുകളും നടക്കും. ആലപ്പുഴയിൽ നവവധു ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ലജ്നത്ത് വാർഡിൽ മുനീറിന്റെ ഭാര്യ ആസിയയാണ് മരിച്ചത്. 4 മാസം മുമ്പായിരുന്നു ആസിയയുടെയും മുനീറിന്റെയും വിവാഹം. ദേശീയപാതയിൽ അടിമാലി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾക്ക് സമീപം നിൽക്കുന്ന മരങ്ങൾ അപകടാവസ്ഥയിൽ. മരം ഏതു നിമിഷവും കടപുഴകി വീഴുമെന്ന അവസ്ഥയിലെന്ന് നാട്ടുകാർ. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം. തിരുവനന്തപുരം ആൻകുളം ആർഎസ്പുരം പേരയം റോഡ് ശോചനീയാവസ്ഥയിൽ. അപകടം പതിവ് സംഭവമെന്ന് നാട്ടുകാർ. പഞ്ചായത്തിനെതിരെ ആക്ഷേപവുമായി പ്രദേശവാസികൾ. പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി. കോട്ടയം പൊൻകുന്നം BSNL കസ്റ്റമർ കെയർ കെട്ടിടം കാട് കയറി നശിക്കുന്നു. കെട്ടിടത്തിന് ചുറ്റുമുള്ള കാട് കൈകൊണ്ട് വകുത്തു മാറ്റി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. വളരെ പഴക്കമുള്ള കെട്ടിടം ജീർണാവസ്ഥയിൽ. പുരോഗമന കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ തോപ്പിൽ ഭാസി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ KPSCയുടെ ഒളിവിലെ ഓർമ്മകൾ അരങ്ങിലെത്തിച്ചു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് BSc നഴ്സിംഗ്, 3 വർഷത്തിൽ കുറയാത്ത ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ എന്നിവ. അസാപ് കേരളയുടെ പത്തനംതിട്ട കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 3 മാസം ദൈർഘ്യമുള്ള ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷ നൽകാം. കട്ടപ്പന വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിൽ LPSC തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം. അഭിമുഖം ഈ മാസം 27-ന് സ്കൂൾ ഓഫീസിൽ നടക്കും. കേറ്ററ്റ് നിർബന്ധം. IHRD അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കെമിസ്ട്രി തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. UGC ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ളവർ ഈ മാസം 29-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഹാജരാകണം. പാലക്കാട് കല്ലടിക്കോട് കരിമ്പ പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 27-ന് യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി പഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരണം. തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ ഹോം സയൻസ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം. അഭിമുഖം അടുത്ത മാസം 6-ന്. കോട്ടയത്ത് തപാൽ സേവന രംഗത്തെ പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാലത്ത് നടത്തുന്നു. ചങ്ങനാശ്ശേരി ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സീനിയർ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ സെപ്റ്റംബർ 3-ന് ഉച്ചകഴിഞ്ഞ് 2-ന് ഡിവിഷണൽ ജാക്ക് അദാലത്ത് നടത്തും. നോക്കാമിന് ദേശീയ വാർത്തകൾ. BJP അധ്യക്ഷൻ K അണ്ണാമലയ്ക്കെതിരെ വിമർശനവുമായി ADMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി. അധ്വാനിക്കാതെ പദവിയിലെത്തിയ ആളാണ് അണ്ണാമലയെന്ന് വിമർശനം. സഖ്യം പിരിഞ്ഞതോടെ ഞങ്ങൾ BJPക്ക് മോശക്കാരായി എന്നും എടപ്പാടി പളനിസ്വാമി. തമിഴ്നാട് പോലീസിനെതിരെ വിമർശനം തുടർന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം. വ്യാജ NCC ക്യാമ്പ് കൂട്ടബലാത്സംഗ കേസിലെ പ്രതിയായ നാം തമിഴർ കച്ചി യുവനേതാവും അച്ഛനും മരിച്ചത് സംശയകരമെന്ന ആരോപണം. എല്ലാ കസ്റ്റഡി മരണങ്ങളും അന്വേഷിക്കണമെന്നും കാർത്തി ചിദംബരം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ഇന്ന് ബംഗളൂരുവിൽ അറവുശാലകളിൽ കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതും കടകളിൽ മാംസം വിൽപ്പന നടത്തുന്നതിനും വിലക്ക്. ഉത്തരവ് മറികടന്ന് വിൽപ്പന നടത്തിയാൽ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. ശ്രീലങ്കയിൽ പിടിയിലായ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. സമുദ്രാതിർത്തി ലംഘിച്ചതിന് നാഗപട്ടണത്തു നിന്നുള്ള 11 മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്കൻ സേന പിടികൂടിയത്. സംസ്ഥാനത്ത് നടക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കയ്യേറ്റ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കുറ്റവാളികൾ ഇരകളുടെ കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഇരകളുടെ ഭൂമിയും കുറ്റവാളികൾ കയ്യേറുന്നു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം മാത്രമല്ല, ഇത് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. നടൻ വിജയുടെ TVKയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനിക്കേണ്ടതെന്ന് AIADMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി. സംസ്ഥാനത്ത് AIADMK നേതാക്കളുടെ പേര് പറഞ്ഞ് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയൂവെന്ന നിലയാണുള്ളത്. പാർട്ടിക്ക് ഇത് അഭിമാനമാണെന്നും എടപ്പാടി പളനിസ്വാമി.
ഗുജറാത്തിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മഴക്കെടുതി രൂക്ഷമായ ജില്ലകളിലെ കളക്ടേഴ്സുമായി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ചർച്ച നടത്തി. അടുത്ത 3 ദിവസങ്ങളിൽ ഒഡീഷയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്ക് കിഴക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഡൽഹിയിലെ മധുരപലഹാരക്കടയിൽ നടന്ന വെടിവെപ്പിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് അഡീഷണൽ CP സഞ്ജയ് ഭാട്ടിയ. 2 പേർ മോട്ടോർ സൈക്കിളിൽ എത്തിയാണ് വെടിവെച്ചത്. അന്വേഷണം ഊർജിതമെന്ന് സഞ്ജയ് ഭാട്ടിയ. തമിഴ്നാടിന്റെ പേര് മാറ്റാൻ ഒരു സംഘം ശ്രമിക്കുന്നുവെന്ന് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാടിന് പേരിട്ടത് അണ്ണാദുരൈയാണ്. അത് മാറ്റാൻ സാധിക്കില്ല എന്നും ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ അണ്ണാ സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സെമസ്റ്റർ ഫീസ് ഉയർത്തിയ ഉത്തരവ് പിൻവലിച്ചു. 50% ഫീസ് ഉയർത്തിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. പുതുക്കിയ ഉത്തരവ് ഇറക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി രാജ്യാന്തര വാർത്തകൾ. ഇസ്രയേലിനെതിരെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച് യമനിലെ ഹൂത്തി വിമതർ. തങ്ങളും ഉടൻ ആക്രമണം ആരംഭിക്കുമെന്ന് ഭീഷണി. ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്ന സുഡാനിൽ മാനുഷിക സഹായം എത്തിക്കാൻ 2 വഴികൾ തുറന്നു നൽകുമെന്ന് സായുധ സംഘടനകൾ തമ്മിൽ ധാരണ. സ്വിറ്റ്സർലാൻഡിൽ നടന്ന സമാധാന ചർച്ചയിലാണ് തീരുമാനം. വെടിനിർത്തലിനില്ലെന്ന് സുഡാൻ സേന. ചെങ്കടലിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂത്തി വിമതർ നടത്തുന്ന ആക്രമണം പാരിസ്ഥിതിക ദുരന്തത്തിന് കാരണമാകുമെന്ന് അമേരിക്ക. തകർന്ന കപ്പലുകളിൽ നിന്നുള്ള ഇന്ധനം ചെങ്കടലിൽ വ്യാപകമായി പടരുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പാക് വംശജനായ അമേരിക്കൻ വ്യവസായി സാജിദ് തയ്യാർ. മോദി ഇന്ത്യക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്ന് പ്രശംസ. വിമാനങ്ങൾ റദ്ദാക്കി ടർക്കിഷ് എയർലൈൻസ്. റദ്ദാക്കിയത് ബെയ്റൂട്ടിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ. തീരുമാനം സംഘർഷ സാഹചര്യത്തിൽ. ഇന്തോനേഷ്യയിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. പ്രകൃതിക്ഷോഭം മൂലം ടെർണേറ്റ് നഗരത്തിൽ നിരവധി വീടുകളും റോഡുകളും തകർന്നതായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. സൊമാലിയയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് UN മുന്നറിയിപ്പ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. യമനിൽ ബോട്ട് മുങ്ങി മരണം 13ആയി. 14 പേരെ കാണാതായെന്ന് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ 2 വ്യത്യസ്ത ബസ് അപകടങ്ങളിലായി നിരവധി മരണം. ബലൂചിസ്ഥാൻ മേഖലയിലെ ബസ് അപകടത്തിൽ 12 പേർ മരിച്ചു. പാക് അധീന കശ്മീരിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 22 പേർ മരിച്ചതായും റിപ്പോർട്ടുകൾ. കുവൈത്തിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 4650 താമസ നിയമലംഘകർ പിടിയിൽ. ജലീബ്, മഖബൂല പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും പിടിയിലായതെന്ന് അധികൃതർ. പിടിയിലായവരെ വിരലടയാളം രേഖപ്പെടുത്തിയ ശേഷം പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി. സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈത്ത് ഗവർണർ ബാസിൽ അൽ ഹാറൂണുമായി കൂടിക്കാഴ്ച നടത്തി കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക. ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയായി. സാമ്പത്തിക ബാങ്കിംഗ് മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതും ചർച്ച ചെയ്തു. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വ്യാപക തൊഴിൽ നിയമലംഘനങ്ങൾ നടന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാത്തതും സ്വദേശിവൽക്കരണത്തിലെ വീഴ്ചയുമാണ് കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ ഭൂരിഭാഗവും. UAE പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമാകും. കുരുന്നുകളെ സ്വീകരിക്കാൻ സ്കൂളുകളെല്ലാം സജ്ജമായെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്ന ഇന്ന് UAE അപകടരഹിത ദിനമായി ആചരിക്കും. അപകടങ്ങളും ട്രാഫിക് നിയമലംഘനങ്ങളും ഉണ്ടാക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഡ്രൈവർമാരുടെ ലൈസൻസിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ നൽകുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ഇന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. സ്പാം സന്ദേശങ്ങളിൽ നിന്ന് ഉപയോക്താക്കൾക്ക് പരിരക്ഷ നൽകുന്നതിന് മറ്റൊരു പ്രൈവസി ഫീച്ചർ അവതരിപ്പിച്ച് വാട്സാപ്പ്. യൂസർ നെയിം പിൻ എന്ന പേരിലാണ് ഫീച്ചർ. ഇന്ത്യയും ഓസ്ട്രേലിയയും 10ാം റൗണ്ട് വ്യാപാര ചർച്ചകൾ പൂർത്തിയാക്കി. 11ാം റൗണ്ട് ചർച്ച നവംബറിൽ ഡൽഹിയിൽ നടക്കുമെന്ന് മന്ത്രാലയം. തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഓർഡർ ഷെഡ്യൂളിംഗ് ഫീച്ചർ അവതരിപ്പിച്ച് സൊമാറ്റോ. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമെന്ന് CEO. ഒക്ടോബർ മുതൽ ബാങ്കോക്ക് മുംബൈ പ്രതിദിന വിമാന സർവീസ് നോക്ക് എയർ ആരംഭിക്കും.
ശീതകാല ഷെഡ്യൂളിന്റെ ഭാഗമായി 2024 ഒക്ടോബർ 27 മുതൽ മാർച്ച് 29 വരെ ബാങ്കോക്കിലെ ഹോം ബേസിൽ നിന്ന് മുംബൈയിലേക്കുള്ള പ്രതിദിന ഫ്ലൈറ്റുകൾ എയർലൈൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. UK-യിൽ ഉപരിപഠനത്തിനെത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 23% കുറവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് വാഹന വിൽപ്പന മന്ദഗതിയിൽ. ഇതേ തുടർന്ന് ഷോറൂമുകളിൽ കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നതായി റിപ്പോർട്ട്. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടത്. കറ്റാൻ ബോർഡ് ഗെയിം ഇന്ത്യയിലെത്തിക്കാൻ ഫൺ സ്കൂൾ. ഗെയിമിന്റെ ഇന്ത്യയിലെ വിതരണം പ്രമുഖ വിനോദ കമ്പനിയായ അസ്മോഡിയിൽ നിന്ന് സ്വന്തമാക്കി. ബാങ്ക് ഓഫ് ചൈന പ്രസിഡന്റ് ലിയുജിൻ രാജിവെച്ചു. ലിയുജിൻ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെച്ചതായി ബാങ്ക് അറിയിച്ചു. ചൈന എവർബ്രൈറ്റ് ബാങ്കിലെ മുൻ പ്രസിഡന്റായി ലിയുജിൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കായിക വാർത്തകൾ. പോൾവോട്ടിലെ വേൾഡ് റെക്കോർഡ് വീണ്ടും തിരുത്തി സ്വീഡിഷ് താരം അർമാൻ ഡുപ്ലാന്റിസ്. സൊലീഷ്യ ഡയമണ്ട് ലീഗിൽ 6.26 മീറ്റർ ഉയരം ചാടിയാണ് പുതിയ റെക്കോർഡിട്ടത്. ISL 11ാം സീസണിന് സെപ്റ്റംബർ 13 കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായ മുംബൈ സിറ്റിയും മോഹൻ ബഗാനും മുഖാമുഖം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം സെപ്റ്റംബർ 15 തിരുവോണനാളിൽ കൊച്ചിയിൽ പഞ്ചാബ് FCക്കെതിരെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിന് മുന്നിൽ തകർന്നടിഞ്ഞ് പാകിസ്ഥാൻ. റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 10 വിക്കറ്റിനാണ് ബംഗ്ലാദേശിന്റെ ജയം. ചരിത്രത്തിലാദ്യമായാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരെ ടെസ്റ്റ് ജയിക്കുന്നത്. മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗ് IPL-ലേക്ക് തിരിച്ചെത്തുന്നു. ഇക്കുറി കളിക്കാരനായല്ല, പരിശീലകനായാണ് യുവരാജിന്റെ വരവ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിശീലകനായി എത്തുമെന്ന് റിപ്പോർട്ടുകൾ. വനിതാ 20 ലോകകപ്പിനുള്ള പാകിസ്ഥാൻ ക്യാപ്റ്റനായി ഫാത്തിമ സനയെ തിരഞ്ഞെടുത്തു. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നിവർക്കൊപ്പമാണ് പാകിസ്ഥാൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വമ്പൻ ജയം. 2-6 ഗോളിന് വോൾഫ്സിനെ തോൽപ്പിച്ചു. നോനി മട്ടൂക്കയ്ക്ക് ഹാട്രിക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂളിന് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ബ്രാൻഡ്ഫോർഡിനെ തോൽപ്പിച്ചു. ലൂയിസ് ഡിയാസും മുഹമ്മദ് സലായുമാണ് ലിവർപൂളിനായി ഗോൾ സ്വന്തമാക്കിയത്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ജയം. എതിരില്ലാത്ത 3 ഗോളിന് ബയ്യാഡോഡിനെ തോൽപ്പിച്ചു. ഫെഡറിക്കോ വൽവാദെ, ബ്രാഹിം ഡിയസ്, എൻട്രിക് എന്നിവരാണ് റയലിന്റെ സ്കോറർമാർ. ജർമ്മൻ ലീഗ് ഫുട്ബോളിൽ ബയൺ മ്യൂണിക്കിന് ജയത്തുടക്കം. 2-3 ഗോളിന് വോൾഫ്സ്ബർഗിനെ തോൽപ്പിച്ചു. US ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. അലക്സാണ്ടർ സ്വരേവും ഡൊമിനിക് തീം അടക്കമുള്ള പ്രമുഖരും ഇന്ന് കളത്തിൽ. വനിതാ സിംഗിൾസിൽ ഇഗാ ഷംടെക്കിനും ബാർബറ കെജ്രിക്കാവയ്ക്കും മത്സരം. നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഗോവിന്ദ് പത്മസൂരിയെ നായകനാക്കി റഷീദ് പാറക്കൽ സംവിധാനം ചെയ്യുന്ന മനോരാജ്യം എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്ത്. തൂവലായി പാറുവിൻ എന്നാരംഭിക്കുന്ന ഗാനമാണ് പുറത്തുവിട്ടത്. യൂനുസിയോ സംഗീതം പകർന്നിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് അൽഫോൺസ് ജോസഫാണ്. വിക്രം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തങ്കലാൻ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 തിയേറ്ററുകളിലെത്തും. പാ രഞ്ജിത്താണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആന്റണി വർഗീസ് നായകനായെത്തുന്ന കൊണ്ടൽ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത്. അജിത് മാമ്പള്ളിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഓണം റിലീസായി കൊണ്ടൽ തിയേറ്ററുകളിലെത്തും. ബ്രിട്ടീഷ് നടിയും മോഡലുമായ എമി ജാക്സണും എഡ് വെസ്റ്റ്വിക്കും വിവാഹിതരായി. ലിവർപൂൾ സ്വദേശിയായ എമി മദ്രാസപട്ടണം, താണ്ഡവം, ഏക് ദീവാന ഥ, യുവാഡു, ഐ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ധനുഷ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രായൻ ചിത്രത്തിലെ ഗാനം പുറത്ത്. ചിത്രം സംവിധാനം ചെയ്യുന്നതും ധനുഷാണ്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം AR റഹ്മാൻ. സൈജു കുറുപ്പ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ പ്രൊമോ ഗാനം പുറത്ത്. നടന്മാരായ ശബരീഷ് വർമ്മയും അജു വർഗീസും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. മനു മഞ്ജിത്തിന്റെ വരികൾ കീണം പകർന്നിരിക്കുന്നത് സാമുവൽ എബിയാണ്.
ടൊവിനോ തോമസ് നായകനായെത്തുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ്. ബേസിൽ ജോസഫ്, ജഗദീഷ്, ഹരീഷ് ഉത്തമൻ, ഹരീഷ് പേരടി, പ്രമോദ് ഷെട്ടി, രോഹിണി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നോക്കാം ഫാക്ട് ചെക്ക്. ത്രിപുരയിലെ ഡംബൂർ അണക്കെട്ടിൽ നിന്നും വൻതോതിൽ വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായി എന്ന രീതിയിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്. ഈ വീഡിയോ ത്രിപുരയിൽ നിന്നുള്ളതല്ല. ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലം ഡാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. കൊൽക്കത്തയിലെ നക്താലയിൽ ബസ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ലെബനനിൽ ഇസ്രയേലിന്റെ ആക്രമണം. 100ഓളം വരുന്ന യുദ്ധവിമാനങ്ങൾ ലെബനനിൽ നിരവധി കെട്ടിടങ്ങൾ തകർത്തു. മറുപടി ആക്രമണവുമായി ഹിസ്ബുള്ള. ഒഡീഷയിൽ പക്ഷിപ്പനി വ്യാപിക്കുന്നു. 1000-ലധികം കോഴികളെ കൊന്നൊടുക്കിയതായി ഉദ്യോഗസ്ഥർ. ഉത്തരാഖണ്ഡിൽ ഭൂചലനം. 3.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറോ വിയേര ഇന്ത്യയിൽ. 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷനാകും. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് FM വിയേരയുടെ സന്ദർശനം കൂടുതൽ ഊർജം പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. മുംബൈയിൽ വിദ്യാർത്ഥിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം വ്യക്തമല്ല. അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി പ്രഭാത വാർത്ത കാണാം. പ്രേക്ഷകർക്കൊപ്പം സ്മിത ഹരിദാസത്തും. നമസ്കാരം.